വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അരേൻ്റെ 2 ക്വസ്റ്റ്യൻ നോക്കാൻ പോകുന്നത്. അതിൽ 2 ക്വസ്റ്റ്യന് പലരും മെസ്സേജ് ആയിട്ടോ അതുപോലെ തന്നെ കമന്റിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്തുതരാം, ഞാൻ അതിന്റെ ലോജിക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ പ്രോഗ്രാം ടു മൂവ് ഓൾ സീറോസ് ടു ദ എൻഡ് ഓഫ് എ ഗിവൺ അറേ. അതുപോലെ തന്നെ റൈറ്റ് എ പ്രോഗ്രാം ടു മൂവ് ഓൾ സീറോസ് ടു ദ ബിഗിനിങ് ഓഫ് എ ഗിവൺ അറേ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അറേ ഉണ്ടെങ്കിൽ അതിന്റെ ബിഗിനിങ്ങിലോട്ട് എല്ലാ സീറോ മാറ്റുക, അതുപോലെ തന്നെ എല്ലാ സീറോസും അതുപോലെ തന്നെ എൻഡിങ്ങിലോട്ട് മാറ്റുക. ഇങ്ങനത്തെ 2 രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഇത് രണ്ടും ഒറ്റ സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് തന്നെ അതിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അറേ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറേന്റെ സൈസും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്റ് ഒരു ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുക. അതുപോലെ തന്നെ എനിക്ക് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ വേണം. ഓക്കെ, കൗണ്ട് അത് ഞാൻ 0 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൗണ്ട് എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റത്തെ പൊസിഷനിലോട്ടായിരിക്കും ആദ്യം വാല്യൂന്. ഇപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 5ാമത്തെ പൊസിഷനിലൊക്കെ 0 വന്നു കഴിഞ്ഞാൽ അതിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ പൊസിഷനിലോട്ട് വെക്കണം. അപ്പോൾ ഫസ്റ്റത്തെ പൊസിഷനിലുള്ള വാല്യൂനെ നേരെ നമ്മൾ എന്ത് ചെയ്യുക, സ്വാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ ലൂപ്പ് ഐ എന്ന് പറയുന്ന ഐ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ അസൈൻ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഐ ലെസ് ദാൻ n വരെ നെക്സ്റ്റ് ഐൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വരുന്നത് ഇഫ് കണ്ടീഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുക. ഡയറക്റ്റ് ഇവിടെ തന്നെ നോക്കുകയാണ്. അരയിലുള്ള വാല്യൂ, അരേ ഓഫ് ഐയിലുള്ള വാല്യൂ ഈക്വൽ ടു 0 ആണോ നോക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷൻ, ഈ കണ്ടീഷന് വന്നു കഴിഞ്ഞാൽ 0 വന്ന്, ഓക്കെ, നമ്മുടെ ഐ ലൂപ്പ് ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യുന്ന ഓരോ ടൈമിൽ എവിടെയെങ്കിലും 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം അതിന് വേണ്ടിയിട്ട് ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തൽക്കാലം അരയിലുള്ള 0th വാല്യൂവിനെ വെക്കുന്നത്, ഫസ്റ്റ് നമുക്ക് 0യിലുള്ള വാല്യൂവിനെയാണ് ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, മാറ്റി വെക്കേണ്ടത്. പക്ഷേ ഓരോ ടൈമിലും മാറും. നമ്മൾ ഒരു തവണ അവിടെ 0നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, നമുക്ക് സെക്കൻഡ് പൊസിഷനിലായിരിക്കും 0നെ വെക്കേണ്ടത്. പിന്നെ റീപ്ലേസ് ചെയ്ത് പിന്നെ തേർഡ് പൊസിഷനിൽ, അതുപോലെ തന്നെ ഫോർത്ത്, അങ്ങനെ വെക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തിട്ടുള്ളത്. ഇവിടെ കൗണ്ടിനെയാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം ഫസ്റ്റത്തെ കേസിൽ അരേ ഓഫ് കൗണ്ട് എന്ന് പറയുമ്പോൾ അരേ ഓഫ് 0 എന്നാണ് അതിനർത്ഥം. പിന്നെ അതിൽ വാല്യൂ വെച്ച് കഴിഞ്ഞാൽ എന്താവും, പിന്നെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് അരേ ഓഫ് 1 ആവും, അരേ ഓഫ് 2 ആവും, അരേ ഓഫ് 3 അങ്ങനെ കൂടി പോകും. അപ്പം അതെങ്ങനെ വരാൻ എന്ത് ചെയ്യാം, നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഓക്കെ, നമ്മൾ ടെമ്പിലോട്ട് വാല്യൂന് വെച്ചു. ഇനി നമുക്ക് കൗണ്ടിലോട്ട്, അരേ ഓഫ് കൗണ്ടിലോട്ട് വാല്യൂ വെക്കണം. സ്വാപ്പിംഗ് ആണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ എന്താ, കൗണ്ടിലോട്ട് എന്താ വെക്കണ്ടേ, 0നെ വെക്കണം. അരേ ഓഫ് കൗണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്, അരേ ഓഫ് 0 എന്നാണ് അർത്ഥം. ആദ്യത്തെ പൊസിഷനിലോട്ട്, ബിഗിനിങ്ങിലോട്ട് നമ്മൾ അരേ ഓഫ് ഐനെ വെക്കുന്നു. ഓക്കെ, അരേ ഓഫ് ഐയിൽ എന്താ ഉള്ളത്, 0. ഓക്കെ, ഇനി അരേ ഓഫ് ഐയിലുള്ള വാല്യൂ വെച്ച് കഴിഞ്ഞാൽ അരേ ഓഫ് ഐയിലേക്ക് എന്ത് വെക്കണം, അപ്പോൾ ടെമ്പിലുള്ള വാല്യൂ വെക്കണം. ഇപ്പോൾ ഒരു സ്വാപ്പിംഗ് കഴിഞ്ഞ്. സ്വാപ്പിംഗ് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ ആ കൗണ്ടിനെ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, സെയിം ആ ഒരു പൊസിഷനിൽ തന്നെ, അതായത് 0യിൽ തന്നെ പിന്നെയും വാല്യൂനെ കൊടുന്ന് വെക്കും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൗണ്ട് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം. അപ്പം എത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. ഓക്കെ, ഇനി ഫോർ ലൂപ്പിൽ എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ ലെസ് ദാൻ n, അതുപോലെ തന്നെ ഐ ഇൻക്രിമെന്റ് ചെയ്യാം. ഇവിടെ പ്രിന്റ് എഫിൽ എന്ത് ചെയ്യണം, %d സിമ്പിളായിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു, അരേ ഓഫ് ഐ. ഓക്കെ, ഇനി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു എറർ കിട്ടിയിട്ടുണ്ട്, കോമ ഇട്ടിട്ടില്ല. ഓക്കെ, ഇപ്പോൾ എല്ലാ 0നെയും നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ ഓൾറെഡി 4 0 ഉണ്ട്. ഇവിടെ 2 എണ്ണം, അതുപോലെ തന്നെ ഇവിടെ 1, അതുപോലെ തന്നെ ഇവിടെ. അപ്പോൾ 4 0നെ എന്ത് ചെയ്തു, ബിഗിനിങ്ങിലോട്ട് നമ്മൾ മൂവ് ചെയ്തു. അതുപോലെ തന്നെ ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ ഇങ്ങോട്ട് മാറ്റി, റൈറ്റ് സൈഡിലോട്ട് മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെയിം ഫോർമുല വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ 0നൊക്കെ എൻഡിങ്ങിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്പേഴ്സിനെ സ്റ്റാർട്ടിങ്ങിലോട്ടോ. അതിന് എന്ത് ചെയ്താൽ കൊടുത്താൽ മതി, അരേ ഓഫ് ഐ നോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, കണ്ടോ, എല്ലാ നമ്പേഴ്സും സ്റ്റാർട്ടിങ്ങിൽ വന്നു. അതുപോലെ തന്നെ 0നൊക്കെ എന്ത് ചെയ്തു, എൻഡിങ്ങിലോട്ട് മൂവ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഈക്വൽ ടു തന്നെ കൊടുക്കാം. എന്നിട്ട് റൺ ചെയ്തിട്ട്
ഇനി നിങ്ങൾക്ക് വേറെ കാര്യം, ഇത്രയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൗണ്ട് പ്ലസ് പ്ലസ് ഒന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ ഒരു വാല്യൂവിന് വെച്ചതിന് ശേഷം അതിനകത്ത് തന്നെ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആദ്യം array_f കൗണ്ടിലോട്ട്, അതായത് array_f 0 വെക്കും. പിന്നെ അതിന് വെച്ചതിന് വാല്യൂ അസൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ആ കൗണ്ടിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ array_f 0 എന്നുള്ളത് എന്താവും, array_f 1 എന്നാവും. ഓക്കെ, അപ്പൊ അത് റൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. കണ്ടോ, എപ്പോഴും സെയിം ആൻസർ തന്നെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരുപാട് രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യും, കമൻ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കോഡൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. See you.